ചാപ്റ്റർ 2 യൂസ്ലെസ് തിങ്സ് മിസ് ഒന്നുകൂടെ വായിച്ചു തരാം. അതിനുശേഷം മിസ് ഞങ്ങളെ കൊണ്ട് വായിപ്പിക്കും. ഓക്കെ, നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ക്ലാസ്സിൽ ഇത് പല ആവർത്തി വായിച്ച് ഇതിന്റെ അർത്ഥമൊക്കെ മിസ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. എത്ര പേര് ഇതിന്റെ വേർഡ്സ് അറിയില്ലാത്ത വേർഡ്സ് നോട്ട്ബുക്കിലേക്ക് എഴുതി? എത്ര പേര് എഴുതിയിട്ടുണ്ട്? അറിയില്ലാത്ത വേർഡ്സ് മിസ് നോട്ട്ബുക്കിൽ എഴുതണം എന്ന് പറഞ്ഞിട്ട് എത്ര പേര് എഴുതി? എത്ര പേര് എഴുതിയിട്ടുണ്ട്? ഓക്കെ, ശ്രീയ എഴുതി, ഫാറൂഖ് എഴുതി, പിന്നെ ആരാ എഴുതിയത്? ശിവദത്ത് എഴുതിയിട്ടുണ്ട്, ഫൈഹറാന എഴുതി, വേറെ ആരും കേട്ടിട്ടില്ല, എഴുതിയിട്ടില്ല. ഓക്കെ, മുഹമ്മദ് സാബി എഴുതി. ഓക്കെ, മിസ് ലാസ്റ്റ് ഒന്നുകൂടെ വായിക്കാം. റീഡിംഗ് ജംഗ്ഷൻ. Candy that isn't sweet, a bus without a seat, a beach without its sand, an aeroplane that can't land, a fish without its scales, monkeys without their tails, a teacher without a class, a window without glass, a pencil without lead, sheets without a bird, a pen that doesn't mark, a lamp that leaves room dark, hives without bees, forest with no trees, a book without words, a nest without birds, sights that can't be seen, a king without a queen, a garden without seeds, jewelry without beads, an actor without a prop, a street with nowhere to stop, a mystery without clue, me without you. ഇനി ആരാ വായിക്കാൻ പോകുന്നേ? ഓക്കെ, ഫർഹാൻ വായിക്കൂ. ആദ്യത്തെ 4 ലൈൻസ്, ഫസ്റ്റ് 4 ലൈൻസ് കേട്ടോ. Candy that isn't sweet, a bus without a seat, a beach without its sand, an aeroplane that can't land. ഓക്കെ, ഗുഡ്. ഇനി ആരാ വായിക്കാൻ പോകുന്നേ? ആരാ വായിക്കാൻ പോകുന്നേ? ഹയാൻ ഫൈസൽ വായിക്കോ. Second stanza, a fish. A fish that without its scale, monkey without their tail, a teacher without a class, a window without glass. Yes, okay, good. Aisha, Fatima, ബാക്കി വായിച്ച് നെക്സ്റ്റ് 4 ലൈൻസ് വായിച്ചു മോളെ. A pencil without a sheet, a pencil without a lead, sheet without a bed, a pen that does not mark, a pen that doesn't mark, a lamp that leaves rooms dark. Okay, a lamp that leaves rooms dark. Okay. ഇനി ആരാ വായിക്കുന്നത്? ആരാ വായിക്കുന്നേ? ദിയ ദിലീപ് വായിക്കും മോനെ. Highways without bees, forest hives without bees, forest without not trees, a book without birds, a nest without birds. Okay. Next one, Jyotirmayde. അടുത്ത 4 ലൈൻസ് വായിച്ച മോനെ. 2 ആക്ടിവിറ്റീസ് നോക്കാം. എല്ലാവരും എടുത്തോളൂ. പേജ് നമ്പർ 15.
പേജ് നമ്പർ 15. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് ആണ് ചാപ്റ്ററിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് ഇതുകൂടി ചേർത്തിട്ടായിരിക്കും നമ്മുടെ എക്സാമിന് വരുന്നത്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ഇപ്പൊ തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. പേജ് നമ്പർ 15. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ വേർഡ്സ് ഇൻ കോളം എ വിത്ത് വേർഡ്സ് ഇൻ കോളം ബി. 1 ഈസ് ഡൺ ഫോർ യു. അതായത് നമ്മൾ ഈ ചാപ്റ്ററിൽ കണ്ടു കുറെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന വാക്കുകൾ നമ്മൾ ഈ ചാപ്റ്ററിൽ കണ്ടു. ആ വാക്കുകളാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അവർ തമ്മിൽ മാച്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അതിൽ ഒന്നാമത്തേതാണ് മിസ്റ്ററി. ഒന്നാമത്തെ വാക്കാണ് മിസ്റ്ററി. മിസ്റ്ററി എന്ന് ഉദ്ദേശിക്കുന്നത് ക്ലൂ ആയിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മിസ്റ്ററി ബോക്സ് എന്നൊക്കെ പറയുന്നത് പോലത്തെ ക്ലൂ, നമുക്ക് എന്തെങ്കിലും ഒരു ക്ലൂ തന്ന് കണ്ടുപിടിക്കുന്നതാണ് മിസ്റ്ററി എന്ന് പറയുന്നത്. ഇനി ടീച്ചറായിട്ട് ബന്ധപ്പെട്ട എന്ത് വാക്കാണ് നമ്മളുടെ കോളം ബിയിൽ കൊടുത്തിരിക്കുന്നത്? ടീച്ചറായിട്ട് ബന്ധപ്പെട്ട എന്ത് വാക്കാണ് കോളം ബിയിൽ കൊടുത്തിരിക്കുന്നത്? ഐഷ, നസ്ലി. ക്ലാസ്. എല്ലാവരും ടീച്ചറിൽ നിന്ന് ക്ലാസ്സിലേക്ക് ഒരു ലൈൻ വരച്ച് മാച്ച് ചെയ്തേ. ടീച്ചർ ടു ക്ലാസ് വരച്ച് മാച്ച് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വീൻ ആണ് കൊടുത്തിരിക്കുന്നത്. ക്വീനോട് ചേർന്നിരിക്കുന്നത് എന്താണ് നേഹ, കാർത്തിക? കിങ്. യെസ്, കിങ്ങിന്റെ നേരെ മാച്ച് ചെയ്തോളൂ. ക്വീനും കിങ്ങും തമ്മിൽ മാച്ച് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ബീച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. മഹസ, നസ്രീൻ, ബീച്ച് എന്തിനോടാ ചേരുന്ന മോനെ? ബീച്ച് എന്തിനോടാ ചേരുന്നത്? സാൻഡ്. ബീച്ച് സാൻഡിനോട് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ, നെസ്റ്റ്. നെസ്റ്റ് ഏതിനോടാ ചേർന്നിരിക്കുന്നത് മക്കളെ? ഫാത്തിമ സാറ ബത്തൂൽ. പറഞ്ഞ മോളെ, നെസ്റ്റ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്താ വരുന്നത്? ബേർഡ്സ്. നെസ്റ്റ് എന്തുമായിട്ടാ ചേർത്തിരിക്കുന്നത്? ബേർഡ്സ് ആയിട്ട് അല്ലേ? ഓക്കെ, ഇനി സമാൽ, ഹെന, ഷീറ്റ്സ് എന്തായിട്ടാ മോളെ ചേർന്നിരിക്കുന്നത്? ഷീറ്റ്സ്. ബെഡ്. ഷീറ്റ്സ് എന്തായിട്ടാ ചേർന്നിരിക്കുന്നത്? ബെഡ്. എല്ലാരും മാച്ച് ചെയ്തോ? വരച്ചോ എല്ലാവരും? യെസ്. ഓക്കെ, ഇനി അതിന്റെ താഴെ തന്നിരിക്കുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദി സെന്റൻസസ് വിത്ത് ദി കറക്റ്റ് ഓപ്ഷൻസ് ഫ്രം ദി ബോക്സസ്. അതായത് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു അല്ലെ, കുറെ ആൾക്കാർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. അതായത് മങ്കി ടെയിൽ യൂസ് ചെയ്യുന്നു, അതേപോലെ ബസ്സിൽ നമുക്കറിയാം എന്തിനാണ് സീറ്റ് വേണ്ടത്, അതേപോലെ വിൻഡോയ്ക്ക് എന്തിനാ ഗ്ലാസ് വേണ്ടത്, പെൻസിലിന് എന്തിനാണ് ലെഡ് വേണ്ടത്, ഒരു മിസ്റ്ററി ബോക്സിന് എന്തിനാണ് ക്ലൂ വേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അപ്പൊ അത് ഈ ഓപ്ഷൻസ് നോക്കി എടുത്തെഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മങ്കി എന്തിനാ ടെയിൽ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. സ്വിംഗ് ഫ്രം ബ്രാഞ്ചസ് ആണോ, അല്ലെങ്കിൽ കീപ് ഔട്ട് ഡയറക്റ്റ് സൺലൈറ്റ്, റൈറ്റ് എഴുതാനാണോ, ഹെൽപ്പ് സോൾവ് ദ മിസ്റ്ററി ബൈ പീപ്പിൾ ടു സിറ്റ് ഇൻ. എന്തിനു വേണ്ടിയിട്ടാണ് മങ്കി ടെയിൽ യൂസ് ചെയ്യുന്നത്? ആരുഷി, മങ്കി എന്തിനു വേണ്ടിയിട്ടാണ് ടെയിൽ യൂസ് ചെയ്യുന്നത്? സ്വിംഗ് ഫ്രം ബ്രാഞ്ചസ്, കീപ് ഔട്ട് ഡയറക്റ്റ് സൺലൈറ്റ്, റൈറ്റ്, ഹെൽപ്പ് സോൾവ് ദ മിസ്റ്ററി ബൈ പീപ്പിൾ ടു സിറ്റ് ഇൻ. അതിൽ ഏത് ഓപ്ഷൻ ആണ് അവിടെ എഴുതേണ്ടത്? എന്തിനു വേണ്ടിയിട്ടാണ് മങ്കി ടെയിൽ യൂസ് ചെയ്യുന്നത്? Swing from branches. എല്ലാവരും എഴുതിക്കുക അവിടെ, അല്ലെങ്കിൽ ഇപ്പൊ നമ്പർ ഇട്ട് വെക്കുക. എന്റെ ക്ലാസ് കഴിയുമ്പോൾ എഴുതിയാൽ മതി. നമുക്കിപ്പോ ഈ ക്ലാസ് കഴിയും, അതുകൊണ്ട് മക്കൾ ഇപ്പൊ നമ്പർ മാർക്ക് ചെയ്ത് വെക്കുക. ഒന്നാമത്തേതാണെങ്കിൽ അവിടെ ഓപ്ഷൻ എ എന്നോ അല്ലെങ്കിൽ ഒന്നെന്നോ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ക്ലാസ് കഴിയുമ്പോൾ മക്കൾ അത് എടുത്തെഴുതണം കേട്ടോ. അതിലേക്ക് എടുത്തെഴുതുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സീറ്റ്സ് ഇൻ എ ബസ് ആർ യൂസ്ഡ് ടു. എന്തിനാണ് നമ്മൾ ബസ്സിൽ സീറ്റുകൾ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. അനഘ്, MR. അനഘ്,
എന്തിനാ മോനെ ബസ്സിലെ സീറ്റുകള്? To sit in. Yes, by people to sit in. എന്തിനാണ്? ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ബസ്സിൽ സീറ്റ് ഉള്ളത്. By people to sit in. Next question. The glass of a window. എന്താ ചെയ്യുന്നത്? നമുക്ക് എന്തിനാണ് വിൻഡോ ഉള്ളത്? അബാൻ, നമുക്ക് എന്തിനാ മോനെ വിൻഡോ ഉള്ളത്? It's out. Keeps out direct sunlight. കാരണം നമുക്ക് നേരിട്ട് സൂര്യപ്രകാശം അടിക്കാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിൻഡോയില് ഗ്ലാസ് ഇടുന്നത്. മനസ്സിലായോ? Keeps out direct sunlight. Next question. Lead in a pencil used to. പെൻസിലിലെ lead നമ്മൾ എന്തിനാ സഹായിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. രശ്മി ഡിജീഷ്, പെൻസിലിലെ lead നമ്മൾ എന്തിനാ സഹായിക്കുന്നേ? Right. എഴുതാൻ വേണ്ടിയിട്ടാണ് ആ lead സഹായിക്കുന്നത്. നമ്മൾ എഴുതുമ്പോൾ ആ ബ്ലാക്ക് കളർ വരുന്നതാണ് എന്ത്? lead എന്ന് പറയുന്ന സാധനം അല്ലേ? അപ്പൊ അത് നമ്മളെ എഴുതാനാണ് സഹായിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A clue in a mystery is used to. ശിവദത്ത് സിപി. A clue in a mystery is used to. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? Help us solve the mystery. ആണോ ആമിർ? ആമിർ ആ സെന്റൻസ് ഒന്ന് വായിച്ചേ. ആമിർ ആ സെന്റൻസ് ഒന്ന് വായിച്ചേ മോനെ. Help solve mystery. Yes, help solve mystery. അതായത് നമുക്ക് എന്തെങ്കിലും എന്താ പറയുന്ന ഫണ്ണി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ക്ലൂ തരുന്നത്, മിസ്റ്ററി ബോക്സിൽ നമുക്ക് ക്ലൂ തരുന്നത്. കേട്ടോ? ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് നമ്മളുടെ ഈ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ്. മക്കൾ ഇന്ന് ചെയ്യേണ്ടത് നന്നായിട്ട് ഈ ചാപ്റ്റർ വായിക്കുക. ഈ ക്വസ്റ്റ്യൻസ് ഇതേപോലെ തന്നെയാണ് ചാപ്റ്റർ 1 വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിൽ കൊടുത്തിരിക്കുന്ന ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ക്വസ്റ്റ്യൻ ആൻസേഴ്സും പഠിക്കുക. ഈ ചാപ്റ്ററിലെ മാച്ച് ദ ഫോളോയിങ്ങും ഇതേപോലെ സെന്റൻസ് കറക്റ്റ് ചെയ്യാനായിട്ടുള്ളത് പഠിക്കുക. പേജ് നമ്പർ 14, 15 നന്നായിട്ട് ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? യെസ്. ഓക്കെ.